യശസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, പെന്തക്കുസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കൂടുതൽ കൂടുതൽ അഭിഷേകത്തിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റുള്ളവരെ ജ്വലിപ്പിക്കുവാൻ സാധിക്കൂ. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ തീ പിടിപ്പിക്കാൻ സാധിക്കൂ എന്നർത്ഥം. എത്ര മനോഹരമായ ഒരു കാര്യമാണ് മാർപ്പാപ്പ പറഞ്ഞത്. എത്രയോ സത്യമാണത്. നാം എല്ലാവരും എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ അപ്പനും അമ്മയും ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ മക്കളെല്ലാം ദൈവത്തെ അറിഞ്ഞ് വിശുദ്ധരായി ജീവിച്ചിരുന്നുവെങ്കിൽ. ഇതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രതിവിധി ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റുള്ളതിനെ ജ്വലിപ്പിക്കാൻ പറ്റൂ. ഇംഗ്ലണ്ടിനെ ഇളക്കി മറിച്ചുകൊണ്ട് ജോൺ വെസ്ലി എന്ന സുവിശേഷകൻ ആഞ്ഞടിക്കുന്ന ഒരു കാറ്റുപോലെ വീശുകയാണ്. 10,000 അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ ഓടിക്കൂടുന്നു. പാപികൾ മാനസാന്തരപ്പെടുന്നു. ഇംഗ്ലണ്ട് അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒരു മനുഷ്യൻ തനിച്ച് ഒരു രാജ്യത്തെ ഇളക്കി മറിക്കുകയാണ്. അദ്ദേഹത്തോട് അന്നത്തെ പത്രക്കാർ ചോദിച്ചു, സാർ, താങ്കൾ എങ്ങനെയാണ് ഇത്രമാത്രം ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നത്? എന്ത് കാണാനാണ് ആളുകൾ വരുന്നത്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ നിന്ന് കത്തുന്നു, എന്നിലുള്ള തീ കാണാൻ ആളുകൾ ഓടി വരുന്നു, അവരിലേക്കും തീ പിടിക്കുന്നു. ഇതാണ് രഹസ്യം. ഞാൻ നിന്ന് കത്തുന്നു, എന്നിലുള്ള തീ കാണുവാൻ ജനങ്ങൾ വരുന്നു, എന്താണ് ഈ തീ എന്നറിയാൻ ജനങ്ങൾ വരുന്നു, അവരിലേക്കും ആ തീ ആളിക്കത്തുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരിക്കണം. ഞാൻ ഒരു കത്തുന്ന ദൈവ പൈതലായിരിക്കും. ഞാൻ അഗ്നി കൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ മേൽ ആളിക്കത്തും. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലി മേഖലകളിൽ, എൻ്റെ ശുശ്രൂഷയിൽ, ഞാൻ അടുക്കളയിലായിരിക്കുമ്പോൾ, ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ എന്നിൽ തീ കത്തും. അതാ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവ് തീനാളങ്ങൾ പോലെ വന്നുവെന്നാണ് പറയുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാവരെയും കത്തിക്കുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് വരികയാണ്. ഞാനൊരിക്കൽ എൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്ത ഏതാണ്ട് 60 വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ ആദ്യത്തെ ധ്യാനമാണ് ഇതെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ചേട്ടൻ ധ്യാനത്തിന് വന്നത്? അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ മകൻ തീരെ അനുസരണം കെട്ട ഒരുവനായിരുന്നു. അവൻ ജീസസ് യൂത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ പോയപ്പോൾ എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ 1 വർഷം കൊണ്ട് വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. അവൻ ആളാകെ മാറി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ മകൻ തന്നെയാണോ ഇത്? എങ്ങനെയാണ് ഇത്രയും അനുസരണം കെട്ട ഒരുത്തന് ഇതുപോലെ ജീവിക്കാൻ പറ്റുന്നത്? അവനിൽ ഞാൻ സ്വർഗത്തിൻ്റെ അഗ്നി കണ്ടു ബ്രദർ. അവനിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തനം കണ്ടു ബ്രദർ. അവനിൽ വന്ന മാറ്റമാണ് എൻ്റെ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നത്. കാണുക, ജ്വലിക്കുന്ന ഒന്നിന് മറ്റുള്ളതിനെ ജ്വലിപ്പിക്കാൻ സാധിക്കും. നമ്മളിൽ സ്വർഗത്തിൻ്റെ അഗ്നി വരുമ്പോൾ ആ ചൂട് കത്തി പടരും.
അത് മറ്റുള്ള എല്ലാവരിലേക്കും കത്തിപ്പടരുകയാണ്. നാം പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്ന് പോലുമില്ല. കാരണം നമ്മിലുള്ള അഗ്നി ആളിപ്പടരുക തന്നെ ചെയ്യും. കൂടെ കാറ്റും കൂടെ പറയണ്ട, വളരെ വേഗത്തിലാണ് തീ പിടിക്കുന്നത്. പെന്തക്കോസ്ത നാളിൽ അഗ്നി മാത്രമല്ല, കൊടുങ്കാറ്റും കൂടെ വന്നു. അതായത് തീയെ ആളിപ്പിടിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആളി കത്തുകയാണ്. ലോകം മുഴുവനിലേക്കും പടരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സ്വീകരിക്കുവിൻ. ഏലിയ പ്രവാചകൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കർമ്മേൽ മലയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സകലതിനെയും ചാരമാക്കി. അതേ പ്രിയപ്പെട്ടവരെ, നമ്മിലുള്ള ജഡത്തെയും നമ്മിലുള്ള പാപസ്വഭാവത്തെയും ചാരമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. ആഗോള സഭയോടൊപ്പം ഞാനും നിങ്ങളും ഒരുങ്ങുന്നു. ശാലോം ടെലിവിഷനിലെ ശുശ്രൂഷയുടെ മുൻപിൽ ഞാനും നിങ്ങളും ഒരുങ്ങുന്നു. പരിശുദ്ധാത്മാവ് വരികയാണ്, പരിശുദ്ധാത്മാവ് വരികയാണ്. അഗ്നി കത്തിപ്പടരാൻ റെഡി ആയിക്കൊള്ളുക. തീ കത്തുന്ന ഒരു വിറകാകാൻ ദൈവത്തിന് സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ കത്തിപ്പടരുവാൻ എല്ലാ പാപത്തിൻ്റെ ഈർപ്പവും വലിച്ചെറിഞ്ഞു കളഞ്ഞ് ഉണക്ക വിറകായി റെഡിയായിരിക്കുക. ദൈവം പരിശുദ്ധാത്മാവിനെ തരുന്നു. ആ തീ നിങ്ങൾ കത്തിപ്പടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.